തമിഴ്നാട്ടിലും കർണാടകയിലും NIA റെയ്ഡ്. ബംഗളൂരു കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെ 5 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എന്താണ് ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ? വേണു, ചെന്നൈയിൽ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ രാമനാഥപുരത്ത്, അങ്ങനെ രണ്ടിടങ്ങളിലാണ്, രണ്ടിടങ്ങളിലായി 5 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടരുകയാണ്. ചെന്നൈയിൽ മണ്ണടിയിലുള്ള അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. രാമനാഥപുരത്താണെങ്കിൽ ദേവിപട്ടണം സ്വദേശി ഷെയ്ഖ് ദാവൂദിൻ്റെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. ഈ പരിശോധന ചെന്നൈയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കേസിലുള്ള പ്രതികൾ 2 പേർ ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിലും താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് NIA പങ്കുവയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും നിലവിൽ പരിശോധന നടത്തുന്നത്. രാമനാഥപുരത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഈ തീവ്രവാദ സംഘടനയിൽ ചേരാൻ ലക്ഷ്യമിട്ട് യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി NIA പങ്കുവയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാമനാഥപുരത്ത് സമാനമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കർണാടകയിലും പരിശോധന നടക്കുന്നത്. അതായത് സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം, കൃത്യം കഴിഞ്ഞതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 2 പേർ കേരളത്തിലെത്തിയിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിൽ വന്നു. അതിനുശേഷം ആന്ധ്രാപ്രദേശിലേക്ക് പോയി എന്നുള്ളൊരു വിവരമാണ് NIA നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധനയാണ്, ഇപ്പോഴും അത് തുടരുകയാണ്. വേണു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്.